അസ്സലാമു അലൈക്കും. തൊപ്പി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ലൈവ് സ്ട്രീമർ എന്നൊക്കെ പറയാം. ആ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഞാൻ പലപ്പോഴും പല വീഡിയോകളിലൂടെയും കുറേ കാര്യങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. തൊപ്പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2-3 വീഡിയോകളും ഞാൻ ചെയ്തിട്ടുമുണ്ട്. തൊപ്പി എന്ന് പറയുന്ന ചെറുപ്പക്കാരനിലുണ്ടായ മാറ്റത്തെക്കുറിച്ച്. കാരണം പഴയ തൊപ്പിയല്ല. പഴയ തൊപ്പി എന്ന് വെച്ചു കഴിഞ്ഞാൽ വാ തുറന്നു കഴിഞ്ഞാൽ അസഭ്യം പറയുന്ന, ചീത്ത വിളിക്കുന്ന, അല്ലെങ്കിൽ കോമാളിത്തരങ്ങളും കോപ്രായങ്ങളും കാണിച്ചു കൂട്ടുന്ന തൊപ്പിയിൽ നിന്നും സംസാരിക്കുന്ന വാക്കുകളിൽ പക്വതയും വളരെയധികം നോക്കിയും കണ്ടുമൊക്കെ സംസാരിക്കുന്ന തൊപ്പിയാണ് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ആ ചെറുപ്പക്കാരനിലുണ്ടായ മാറ്റം, പക്വതയാർന്ന സംസാരം, അത്തരം വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു വച്ചത്. എന്നാൽ അതേ തൊപ്പി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. തൊപ്പി നടത്തിയ ഒരു പ്രസ്താവന തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. നമുക്കറിയാം, പതിറ്റാണ്ടുകളായി ഫലസ്തീനിലും ഗസയിലുമൊക്കെ ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടത്തിവരുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും കണ്ടു നിൽക്കാനാവില്ല ആ കാഴ്ചകൾ. അത്രമേൽ ദയനീയമായ കാഴ്ച, അത്രമേൽ സങ്കടപ്പെടുത്തുന്ന കാഴ്ച. അവിടെയുള്ള ഓരോ ജനതയും ഓരോ ബോംബാക്രമണത്തിൽ പിടഞ്ഞു വീണ് മരണപ്പെടുകയാണ്. മരണപ്പെടുന്നവരിൽ പിഞ്ചുകുട്ടികളും സ്ത്രീകളും ഗർഭിണികളായ സ്ത്രീകളും വൃദ്ധന്മാരായ ആളുകളുമൊക്കെയുണ്ട്. അവരുടെ വീടുകൾ നഷ്ടമായി, കിടക്കാൻ കിടപ്പാടമില്ലാതെ, ഉടുക്കാൻ ഉടുതുണിയില്ലാതെ ആ ജനത നെട്ടോട്ടമോടുകയാണ്. അവിടെ നടക്കുന്ന ആ ക്രൂരത ലോകം തന്നെ മനസ്സിലാക്കുകയാണ്. പല പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ വലിയ റാലികളും മറ്റുമൊക്കെ നടന്നു വരുന്നു. നോക്കി, ഞാൻ പറഞ്ഞു വരുന്നത്, ലോകമത്തരത്തിൽ ആ ഒരു ഫലസ്തീനിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ, ആ ഫലസ്തീന് നടക്കുന്ന കൊടും ക്രൂരതകൾ ലോകം തിരിച്ചറിയുമ്പോൾ, ഇവിടെ തൊപ്പി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, നമുക്കറിയാം തൊപ്പി എന്ന് പറയുന്ന ചെറുപ്പക്കാരന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അത്തരത്തിൽ ലക്ഷക്കണക്കിന്, മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഉള്ള ഇസ്രായേൽ ഫലസ്തീൻ ഒരു വിഷയത്തിൽ ഒരു പ്രസ്താവന നടത്തി. ആ വീഡിയോ ഞാനൊന്ന് കാണിക്കാം. പലസ്തീൻകാരിൽ നമ്മളെല്ലാം ഇങ്ങനെ അറിയിച്ച് ചെയ്യണമെന്നില്ലല്ലോ. നമ്മളെ അതിന് കണക്കായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരിൽ പലരും പല പക്ഷത്തിലാണ്. മനസ്സിലായി, ചില ആൾ ഇസ്രായേലിന്റെ പക്കത്താണ്, ചില ആൾ ഫലസ്തീന്റെ പക്കത്താണ്. അപ്പൊ നമ്മൾ പബ്ലിക്കില് ഇതൊന്നും സംസാരിക്കാണ്ടിരിക്കുന്നത് നല്ലത്. മനസ്സിലായി, എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും ഇസ്രായേലിനെ സപ്പോർട്ടാണ്. അതെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ല. മനസ്സിലായി, അവരെ ഉറപ്പിക്കാനും പറ്റൂല. അപ്പം അതെ, അത് എന്റെ ഉള്ളിൽ ഇരുന്നോളൂ. ഞാൻ അതിനുള്ള കാര്യങ്ങൾ എന്റെ രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയം പുറത്തല്ല, അകത്താണ്. രാഷ്ട്രീയം ഇവിടെ സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സംസാരിക്കണം തൊപ്പി, നിലപാടോടുകൂടി, നിർഭയത്വത്തോടുകൂടി, നട്ടല്ലോടുകൂടി കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം. അല്ലാതെ ഭയപ്പെട്ടുകൊണ്ട് സംസാരിക്കാതിരിക്കാൻ പാടില്ല. ഇവിടെ നോക്കുക, ചെറുപ്പക്കാരൻ പറഞ്ഞു വെക്കുന്നത്, എന്റെ ഫോളോവേഴ്സിലധികവും അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരിലധികവും ഇസ്രായേൽ പിന്തുണയ്ക്കുന്നവരായതുകൊണ്ട് അവരെ തള്ളിക്കളയാതിരിക്കാനുമാകില്ല. അത്തരമൊരു വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാടില്ലാതെ തൊപ്പി സംസാരിക്കുകയാണ്. നോക്കൂ, തൊപ്പിയുടെ ഭയമെന്ന് പറയുന്നത് തന്റെ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കുറയുമോ എന്നുള്ള ഭയമാണ്. താൻ എന്തെങ്കിലും ഫലസ്തീന് വേണ്ടി ശബ്ദിച്ചു കഴിഞ്ഞാൽ, ഗസയ്ക്ക് വേണ്ടി, ഗസയിൽ പിടഞ്ഞു വീഴുന്ന ആ കുരുന്നുമക്കൾക്ക് വേണ്ടി സംസാരിച്ചു കഴിഞ്ഞാൽ തന്റെ ഫോളോവേഴ്സും തന്റെ സബ്സ്ക്രൈബേഴ്സും കുറഞ്ഞു പോകും, അതിലൂടെ തനിക്ക് കിട്ടുന്ന വരുമാനം കുറഞ്ഞു പോകുമെന്നുള്ള ആ ഒരു ഭയം. അത് കാരണത്താലാണ് ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞു വെക്കുന്നത്. ഇതിനെയാണ് നട്ടെല്ലില്ലായ്മ, അതായത് നിലപാടില്ലായ്മ എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കൊരു മെയിൻ ചാനൽ ഉണ്ടായിരുന്നു, ഇസ്ലാമിക് ടെക് ഓൺലൈൻ എന്ന് പറയുന്ന മെയിൻ ചാനൽ. ആ ചാനൽ ഇപ്പോഴുമുണ്ട്. ഏകദേശം 8,71,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആ ചാനലിന്. ആ ചാനലിൽ പലപ്പോഴായി ഞാൻ ആ ഫലസ്തീനിലെ കുരുന്നു മക്കൾക്ക് വേണ്ടി ശബ്ദിച്ചു. ആ ഫലസ്തീനിലെ ആ ജനതയ്ക്ക് വേണ്ടി ശബ്ദിച്ചതിന്റെ ഭാഗമായിട്ടാണ് പല റെസ്ട്രിക്ഷൻസും ഒക്കെ ആ ചാനലിലുണ്ടായത്. പല തടസ്സങ്ങളുണ്ടായി. എന്നിട്ടും ഞാൻ ശബ്ദിക്കാതിരുന്നില്ല. ഞാൻ തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം ആ ചാനൽ നഷ്ടപ്പെടുന്ന ഒരു വക്കിലേക്കെത്തി. പക്ഷെ എന്തൊക്കെയോ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ ചാനൽ ഇപ്പോഴും നിലവിലുണ്ട്. അതിനുശേഷം ഞാൻ തുടങ്ങി വെച്ച പുതിയൊരു ചാനലാണിത്. ഇതിലും ആ ഫലസ്തീൻ ജനതയെക്കുറിച്ച് ശബ്ദിക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ ആ ഒരു പഴയ ചാനലിൽ സംഭവിച്ച ആ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഒരുപക്ഷെ ഇതിലും വരാം, ഇതിലും സംഭവിക്കാം. എന്നിട്ടുകൂടി ഞാൻ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ശബ്ദിക്കാതിരിക്കാൻ കഴിയുക? അത്രമേൽ പ്രയാസപ്പെടുത്തുന്ന, അത്രമേൽ വേദനാജനകമായ കാഴ്ചകളാണ് ഫലസ്തീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് തൊപ്പിയുടെ ഉമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തത്. ഒരു സ്വാലിഹത്തായ ഉമ്മ ചെയ്യുന്ന കാര്യങ്ങളിൽ, പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ
വളരെയധികം സൂക്ഷ്മത പുലർത്തുന്ന, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു പാവം ഉമ്മ. തന്റെ ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായ ഉംറ ചെയ്യണമെന്നുള്ള ആഗ്രഹം പൂർത്തിയാക്കാൻ തൊപ്പി തന്റെ അനിയനെ വെച്ചുകൊണ്ട് കളിച്ചപ്പോൾ തന്റെ ഇളയ മകനല്ല, നേരെ മറിച്ച് മൂത്ത മകനായ തൊപ്പിയാണെന്ന് തിരിച്ചറിഞ്ഞ ആ ഉമ്മ തന്റെ മകന്റെ ഹറാമായ പൈസ കൊണ്ട് എനിക്ക് ഉംറ ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിരാകരിക്കുകയായിരുന്നു. നോക്ക്, അത്രമേൽ സൂക്ഷ്മത പുലർത്തുന്ന, പടച്ചറബിൽ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു പാവം ഉമ്മ. അത്തരത്തിലുള്ള ആ ഒരു ഉമ്മയുടെ മകനായി ജനിച്ച് ആ ഉമ്മയുടെ പ്രാർത്ഥന എപ്പോഴും ലഭിക്കാൻ ഭാഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. എന്നാൽ ഈ ഒരു പ്രസ്താവനയോടുകൂടി ആ ചെറുപ്പക്കാരനെ കുറിച്ച് എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ മുഴുവനായി മാറിയിട്ടില്ല, മാറേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് മാറേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. നിർഭയത്വത്തോടുകൂടി, നട്ടെല്ലോടുകൂടി കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ആണത്തമുണ്ടാകണം, ആർജവമുണ്ടാകണം. അവിടെ ദുരിതം അനുഭവിക്കുന്നവർ, അവിടെ പ്രയാസം അനുഭവിക്കുന്നവർ നമ്മുടെ സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങൾക്ക് വേണ്ടി പല ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഭരണത്തലവന്മാരും നിശബ്ദരാകുമ്പോൾ മുസ്ലിമീങ്ങളല്ലാത്ത പല സിനിമാ താരങ്ങളും അതോടൊപ്പം ഇസ്ലാമിക രാഷ്ട്രമല്ലാത്ത പല പാശ്ചാത്യ രാജ്യങ്ങൾ, UK-യും ബ്രിട്ടനും ഫ്രാൻസൊക്കെ ഒറ്റക്കെട്ടായി ഗസയ്ക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. ഈ ഒരു വിഷയത്തിൽ പബ്ലിക് കേരള ചാനലിലെ ഖാദർ കരിപ്പൊടി മനോഹരമായ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. അതുകൂടി ഞാനൊന്ന് കാണിക്കാം. ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ തീർന്നു എന്ന് ഞാൻ പറയും. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ചിലപ്പോൾ നിനക്ക് ഇനിയും വ്യൂസ് വന്നേക്കാം, ഇനിയും ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് വന്നേക്കാം. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറമാണ് തൊപ്പി നിലപാടെന്ന് പറയുന്ന സാധനം. അതിനു മുമ്പ് ഈ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് പ്രതികരിക്കാം. നിന്റെ പേടി എന്താണെന്ന് അറിയോ തൊപ്പി? ഇസ്രായേലിന്റെ നരനായാട്ടിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഫോളോവേഴ്സ്, നിന്റെ ലൈക്ക്, നിനക്ക് കിട്ടുന്ന റവന്യൂ അതൊക്കെ കുറഞ്ഞു പോകുമെന്ന് നീ ഭയപ്പെട്ടു. അവിടെ നീ എന്ന് പറയുന്ന മനുഷ്യൻ തീർന്നു എന്നുള്ളതാണ്. ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അയാളുടെ നിലപാടാണ് തൊപ്പി. ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞു, എൻ്റെ വീഡിയോ കാണുന്നവരിൽ ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മതമുള്ളവരുണ്ട്, മതമില്ലാത്തവരുണ്ട്, പല ലിംഗത്തിലുള്ള ആളുകളുണ്ട്. അവരൊക്കെ സാക്ഷി നിർത്തി പറയാണ്, ഞാൻ ഫലസ്തീൻ ജനതയെ സപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ എന്ന് പറയുന്ന കൊലയാളി രാഷ്ട്രത്തോട് എല്ലാ വിയോജിപ്പുകളും പ്രകടിപ്പിക്കുന്നു. ആ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിന്റെ പേരിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്നല്ല, എനിക്ക് യൂട്യൂബിലുള്ള 18 ലക്ഷത്തോളം വരുന്ന ഫോളോവേഴ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോട്ടേ എന്ന് വെക്കും. കാരണം അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് ആ പാവപ്പെട്ട മനുഷ്യരെ. ചെറിയ കുട്ടികളെ കൊല്ലുന്നവരെയാണ് തൊപ്പി നീ നിസ്സാരവൽക്കരിക്കുന്നത്. ചിലപ്പോൾ ഇതിനു മുമ്പ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം, ഫ്രീ പലസ്തീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അതല്ല നിലപാടെന്ന് പറയുന്നത്. കുട്ടികളെ കൊല്ലുന്നവരെ, നീ ഇപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? കുട്ടികളെ കൊല്ലുന്നവരില്ലേ, ആ കുട്ടികളെ കൊല്ലുന്നവരെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് നിന്റെ ഫാൻസിൽ 2 അഭിപ്രായമുണ്ട് എന്നാണ് നീ പറഞ്ഞതിന്റെ ചുരുക്കം. അങ്ങനെ 2 അഭിപ്രായമുണ്ട് എങ്കിൽ ആ അഭിപ്രായം എന്താണ്? ഒരു കൂട്ടർ പറയാണ് കുട്ടികളെ കൊല്ലുന്നത് ശരിയാണ്, മറ്റൊരു കൂട്ടർ പറയാണ് കുട്ടികളെ കൊല്ലുന്നത് ശരിയല്ല. എന്നിട്ട് നീ പറയാണ് അതുകൊണ്ട് എനിക്ക് അഭിപ്രായമില്ല. എന്ത് നെറിയടാണ്! ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്ത് കാര്യമാണ്? തുറന്ന് പറയാൻ പഠിക്കും തൊപ്പി. അന്തസ്സോടെ പറ. ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് നീ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രതിഷേധമായിരിക്കും. പക്ഷേ നിന്നോടുള്ള എല്ലാ മമതയും ഈ ഒറ്റ വീഡിയോയിലൂടെ നീ ഇല്ലാതാക്കിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. നോക്കിവിടെ ഖാദർ കരിപ്പൊടി പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. കൊച്ചു കുട്ടികളെയാണ്, നിരപരാധികളായ മനുഷ്യരെ, നിരാലംബരായ മനുഷ്യരെ, നിരായുധരായ മനുഷ്യരെയാണ് ഇസ്രായേൽ ഭരണകൂടം കൊന്നു തള്ളുന്നത്. നിരായുധരായ, നിരാലംബരായ ആ ജനതയുടെ മേലാണ് ഇസ്രായേൽ ഭരണകൂടം അവരുടെ അത്യാധുനിക ആയുധ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബോംബ് വർഷിപ്പിക്കുന്നത്, മിസൈൽ ആക്രമണം നടത്തുന്നത്, അവരുടെ വീടുകളൊക്കെ തകർത്ത് തരിപ്പണമാക്കുന്നത്. ആ ക്രൂരതയെ എങ്ങനെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുക? നമുക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനും ആ ക്രൂരതയെ കണ്ടു നിൽക്കാനാവില്ല, സപ്പോർട്ടും ചെയ്യാനുമാവില്ല.